ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടയാണ്. ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 4 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലായിട്ട് ഞാൻ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അതിന് വേണ്ടുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു നാളികേരത്തിൻ്റെ പാതി ഒരു ബൗളിൽ ശർക്കര ഇട്ടിട്ടുണ്ട്. ശർക്കര നമ്മൾ ചീകിയെടുത്തതാണ്. നല്ല ശർക്കര, ചെളിയൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ അത് അരിച്ചിട്ട് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഉരുക്കിയതാകുമ്പോൾ പെട്ടെന്ന് ചേരും. പിന്നെ ചീകിയതാകുമ്പോൾ ഇത്തിരി പ്രയാസമാണ് ചേരാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് യോജിപ്പിക്കട്ടെ. ഇവിടെ വാഴൻ്റെ ഇല വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു വാഴൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് അതിലോട്ട് ഓരോരോ ബൗൾസ് ആക്കിയത് എടുത്തിട്ട് ഇങ്ങനെ ഇത്തിരി വെള്ളം കൂടെ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഇതിൽ. അപ്പോൾ അതും കൂടെ നമ്മൾ നന്നായി വെച്ചിട്ട് വെള്ളം തൊട്ട് അങ്ങനെ പരത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പരത്തിയിട്ട് മാക്സിമം റൗണ്ടാക്കാൻ നോക്കും, അത്രയേ ഉള്ളൂ. ഈ നല്ല കുഞ്ഞേതല്ല ഉണ്ടാക്കുന്നത്, അത്യാവശ്യം വലിപ്പമുള്ളതിന് ഒരാൾക്ക് ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു റൗണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അതിന് ഈ ഭാഗം വെച്ച് അങ്ങോട്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് അതിൻ്റെ ശേഷം ഇനി നമ്മൾ ചേർത്തി വെച്ചിട്ടുണ്ടല്ലോ നാളികേരവും ശർക്കരയും കൂടെ, അത് ഫില്ല് ചെയ്യണം. അതിന് മുന്നേ ഞാനൊരു കുക്കറിലാണ് ഇത് വയ്ക്കുന്നത്, വിസിൽ വരുത്തുന്നത്. അപ്പോൾ കുക്കറിലോട്ടൊരു പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചാൽ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്തെടുക്കണേ. അപ്പോൾ ഒരു വൺ സൈഡിൽ വെച്ചിട്ട് നമ്മൾ പരത്തിയിട്ട് മറ്റു സൈഡ് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അരിഭാഗം നോക്കി നന്നായിട്ട് പ്രസ് ചെയ്യണം, അപ്പോഴേ അത് കിട്ടുള്ളൂ. അപ്പോൾ കുക്കറിൽ വയ്ക്കുമ്പോൾ ഒന്നിങ്ങോട്ടും ഇപ്പുറവും അങ്ങനെ ആക്കി വെച്ചാൽ 7 ഞാനിപ്പോൾ 7 ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 7 അങ്ങനെ പോകും. പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്യണമെന്നൊക്കെ പറയണമെന്ന് വിചാരിക്കരുത്. കാരണം കുട്ടികളോ അല്ലെങ്കിൽ തീരെ അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ അട പുഴുങ്ങാനൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് അടച്ചിട്ട് ഒരു വിസിൽ വന്നപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ഓരോന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ആവി കയറാത്ത സ്ഥലം കണ്ടില്ലേ, അപ്പോൾ ആ സ്ഥലം കമഴ്ത്തിയിട്ട് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മളൊരു വിസിൽ വരുത്തും. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഒരു വിസിൽ വരാൻ കുറച്ച് വെള്ളം വെക്കണം, കാരണം പെട്ടെന്ന് വിസിൽ വരും. ഇതൊക്കെ എടുത്ത് അപ്പുറം മറിക്കുമ്പോഴേക്കൊരു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്താൽ ഇപ്പോൾ രണ്ട് വശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവി നമുക്ക് വേണ്ടി ഒറ്റൊന്നും കൂടെ ഇപ്പം എല്ലാം ഇങ്ങനെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടിച്ചാൽ ഒരു വിസിലും കൂടെ വന്നാൽ മതി. അപ്പോൾ വിസിൽ വന്നാൽ നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഓൾ.